ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു 25-ന്റെയും 35-ന്റെയും ഇടയിലുള്ള കുറച്ച് ടോപ്പായിട്ടുള്ള നിൽക്കുന്ന ടാബ്ലറ്റുകളാണ്. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഇപ്പോൾ നമ്മൾ വീഡിയോ കൊണ്ടായിരിക്കും നമുക്ക് നമ്മുടെ OnePlus പാഡ് ഉണ്ടല്ലോ. ശരിക്കും നിങ്ങൾക്ക് അറിയിക്കുക അതിൻ്റെ OnePlus പാഡിൻ്റെ പ്രൈസ് വരുന്നത് 37,999 ആണ്, അതായത് 38 രൂപ. അവരുടെ 8GB 128GB മോഡലിനും അതുപോലെ തന്നെ 40,000 രൂപ 8GB 256GB മോഡലിനുമാണ്. നമുക്ക് ആക്ച്വലി ഇത് കിട്ടിയത് 25-26 രൂപയ്ക്കാണ്. നമുക്കെന്ന് വെച്ചാൽ ക്രോമയിലൊക്കെ ഭയങ്കര ഓഫേഴ്സും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ ഓഫർ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അന്ന് ക്രോമയിൽ നമുക്കിതിന് പ്രൈസ് വന്നിരിക്കുന്നത് 29 ആ റേഞ്ച് ആയിരുന്നു. പ്ലസ് നമുക്കൊരു 3,500 രൂപയുടെ ICC കാർഡ് ഡിസ്കൗണ്ട് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ഈ സാധനം ഓൾമോസ്റ്റ് 25 രൂപയ്ക്ക് കിട്ടിയിരുന്നു. ഭയങ്കര ലാഭമായിട്ട് സാധനം എന്ന് വെച്ചാൽ കിടിലൻ ടാബാണ്. നിങ്ങൾക്ക് ഇത് 35 രൂപയ്ക്ക് അല്ലെങ്കിൽ 35 രൂപയ്ക്ക് 32 രൂപ 33 രൂപയ്ക്ക് കിട്ടുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഭയങ്കര ലാഭമാണ് ഉണ്ടാകും. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് ഇതാ കിടിലൻ ഡിസ്പ്ലേ ആണ്. സൗണ്ട് ഒരു രക്ഷയില്ല. മൾട്ടിമീഡിയ സംഭവത്തിനൊക്കെ കിടിലൻ സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ 2-3 അക്സസറീസ് നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. അതിനുശേഷം നമുക്ക് നമ്മുടെ ടോപ്പ് ഇതിലേക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ ഒരെണ്ണമാണ് നമുക്ക് ഈ പെൻ വരുന്നത്. OnePlusൻ്റെ പെൻ വരുന്നുണ്ട്. ഇത് നമ്മൾ എക്സ്ട്രാ വരെ സൈഡിൽ നിന്ന് വാങ്ങിച്ചാണെന്ന് വെച്ചാൽ ഇത് അവൈലബിൾ ആയിരുന്നില്ല. ഇങ്ങനത്തെ ഒരു ബോക്സ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി നമ്മുടെ അൺബോക്സിങ് വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് OnePlus സ്റ്റൈലോ എന്നാണ് പേര്. ഇത് കിടിലൻ സാധനം, എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് മാഗ്നറ്റിക് ആയിട്ട് ചാർജിങ് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഞാൻ വേറെ ഒരെണ്ണം വാങ്ങിച്ചാണ് OnePlusൻ്റെ ഫോളിയോ എന്നൊരു ഈ കേസ്. ഇത് മാഗ്നറ്റിക് കേസാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഇത് ഭയങ്കര സ്ലിമ്മാണ്. കണ്ടോ, ഈ കേസിലിട്ട് പോലും ഭയങ്കര സ്ലിമ്മാണ്. അപ്പോൾ ഈ കേസ് കിടിലൻ സാധനമാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ സൈസോ സംഭവങ്ങളൊന്നും കൂടുന്നില്ല, പക്ഷേ മാഗ്നറ്റിക് ആണ്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ വേണമെങ്കിൽ ദൂരം എടുക്കാം. മറ്റേ ഇതിൻ്റെ പോലെ ഉണ്ടോ, ഇത് നല്ല ലെങ്ത്തും ഉണ്ട്, അതായത് നല്ല പിടുത്തം ഉണ്ട്. കണ്ടു, വീഴൊന്നുമില്ല. കണ്ടു, മാഗ്നറ്റിക് ആണ്, വേറെ സംഭവമൊന്നുമില്ല. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയേണ്ടായിരിക്കും. ലെതർ ഫിനിഷ് പോലത്തെ ഒരു സംഭവമാണ്. എനിക്ക് തോന്നുന്നു ആർട്ടിഫിഷ്യൽ ലെതർ ആയിരിക്കും. ഉള്ളിൽ ഭയങ്കര സ്മൂത്താണ്. അപ്പോൾ കോറിൽ സംഭവങ്ങളൊന്നും ഇല്ല. ഞാൻ പക്ഷേ ടെമ്പർ ഗ്ലാസ് ഇട്ടിട്ടുണ്ട്, വേറെ കാര്യം. അപ്പോൾ OnePlus പാഡ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 2 അക്സസറീസ് മസ്റ്റാണ് കേട്ടോ. കണ്ടോ, മാഗ്നറ്റിക് ആയിട്ട് നമുക്ക് ചാർജ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് ടോപ്പ് ഒരു 5 എടുത്ത് പറയാം. ഞാൻ എന്തായാലും അത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു നമ്മൾ പറയാൻ പോകുന്നത് 25 to 35 ഇടയിലുള്ളതാണ്. അപ്പോൾ ഓഫറോടൊക്കെ നമുക്ക് ആ പ്രൈസിൽ വരുന്നതൊക്കെ നമുക്ക് പറയാം. അതായത് ഫസ്റ്റ് തന്നെ നമ്മൾ പറയാൻ പോകുന്നത് ബെസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും ഷയോമിയുടെ പാഡ് 6 തന്നെയാണ്. അപ്പോൾ നമുക്ക് സ്നാപ്ഡ്രാഗൻ്റെ 870 പ്രൊസസ്സറൊക്കെ നമുക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്കത് അതിൻ്റെ ഡിഫറെൻറ്റ് വേരിയൻ്റ് ഉണ്ട്. ഡോൾബി വിഷൻ സപ്പോർട്ട് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ 2.8K ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ റിഫ്രഷ് റേറ്റ് 144 അത് ഇതിനും സെയിം വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇത് നമുക്ക് Dimensity 9000 വരുന്നത്. അത് ഓൾമോസ്റ്റ് നമുക്ക് ഹൈ എൻഡ് പ്രൊസസ്സറിൻ്റെ അടുത്ത് തന്നെ നിൽക്കും. അതിൻ്റെ പെർഫോമൻസ് സംഭവങ്ങളൊക്കെ കോഡ് സ്പീക്കർ തന്നെയാണ് വരുന്നത് ഷോമി നമുക്ക് എന്തായാലും ഫസ്റ്റ് ഇത് കൊടുക്കാം. എന്താ വെച്ചാൽ നമുക്കത് പ്രൈസ് അത്യാവശ്യം കുറഞ്ഞ സംഭവങ്ങളൊക്കെ ഇടുന്നുണ്ട്, ഓഫർ അടക്കം. പിന്നെ ഞാൻ എന്തായാലും സെക്കൻഡ് അതിനെ പറയും. OnePlus പാഡ് എന്തായാലും പറയും. OnePlus പാഡ് നിങ്ങൾക്ക് എവിടെയും ഞാൻ എന്തായാലും നമ്മുടെ ആമസോണിൽ ലിങ്ക് സംഭവങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് അല്ലെങ്കിൽ വേണമെങ്കിൽ ക്രോമയിൽ നിന്ന് വാങ്ങിക്കാം. ക്രോമയും അത്യാവശ്യം നല്ല സപ്പോർട്ട് തന്നെയാണ്. വലിയ എനിക്ക് ഇഷ്യൂ ഒന്നും വന്നില്ല. 2 ദിവസം കൊണ്ട് ബ്ലൂ ഡാർട്ട് വഴിയാണ് അവർ സെപ്പറേറ്റ്. അതാണ് കുഴപ്പം. എന്തെങ്കിലും റിട്ടേണും അതുപോലെ തന്നെ എന്തെങ്കിലും റീപ്ലേസ്മെൻറ്റ് അങ്ങനത്തെ ഇഷ്യൂ വന്നാലാണ് നമുക്ക് പ്രോബ്ലം വരിക. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമുക്ക് അറിയായിരിക്കും നമ്മുടെ ഇപ്പോൾ ആമസോണിൽ ഫ്ലിപ്കാർട്ടിലൊന്നും ഡയറക്റ്റ് റിട്ടേൺ സംഭവമൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ എല്ലാം കണക്കുണ്ട് ഓൾമോസ്റ്റ് നോക്കി കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് എവിടെ നിന്നാണോ പ്രൈസ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കാം. ഞാൻ എന്തായാലും നമ്മുടെ ആമസോണിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ ഓഫർ നോക്കിയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വാങ്ങിക്കാം കേട്ടോ. പിന്നെ ഞാൻ എന്തായാലും OnePlus പാഡ് കഴിഞ്ഞാൽ നമ്മൾ പറയാൻ പോകുന്നത് എന്തായാലും സാംസങ്ങിൻ്റെ X6 Lite ആണ്. എന്താ വെച്ചാൽ നല്ല ഓഫറിൽ ഈ സാധനം കിട്ടുന്നുണ്ട്. 4GB വേരിയൻറ്റ് വാങ്ങിക്കേണ്ട. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ അൺബോക്സിങ് സംഭവങ്ങളൊക്കെ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഉപയോഗിക്കുന്നൊന്നും പിന്നെ ഞാൻ കൊടുത്തതായിരുന്നു. അപ്പോൾ X6 Lite നല്ല 24 റേഞ്ചിലൊക്കെ ഇപ്പോൾ സുഖമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ 24 ഓഫർ എടുക്കാൻ ചിലപ്പോൾ 20,000 രൂപയൊക്കെ നമുക്ക് ഇപ്പോൾ സുഖമായിട്ട് കിട്ടുന്നുണ്ട്. S Pen ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. അപ്പോൾ നമുക്കത് ഇൻബിൽറ്റ് ബോക്സിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഹൈലൈറ്റ് സംഭവമാണ്. പിന്നെ സാംസങ്ങിന് വേണമെന്നുണ്ടെങ്കിൽ S9 FE പുതിയത് ഇറങ്ങിയിട്ടുണ്ട്. അതിന് പക്ഷേ 37 സംതിങ് വരുന്നുണ്ട്. പക്ഷേ 6GB വരുന്നുണ്ട്, 37 വരുന്നുണ്ട്. അതാണ് ഒരു കുഴപ്പം വരുന്നത്. എന്ന് വെച്ചാൽ 1UI എന്തായാലും നമുക്ക് മിനിമം ഇപ്പോൾ 8GB ഒക്കെ വേണം. എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ എന്താ പറയുക മെമ്മറി ഫുള്ളായിട്ട് വരുമ്പോൾ നമുക്ക് എന്തായാലും അത് ചെറുതായിട്ട് ലാഗ് വരും. അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന X6 Lite വാങ്ങിക്കുമ്പോഴും മിനിമം 6GB വാങ്ങിക്കാൻ മറക്കണം കേട്ടോ. 4GB ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. പിന്നെ വരുന്നതാണ് ആപ്പിളിൻ്റെ 10th Gen നമ്മുടെ ഐപാഡ് വരുന്നത്. അത് നമ്മൾ ഓൾറെഡി അൺബോക്സിങ് സംഭവമൊക്കെ ഇതുണ്ടായിരുന്നു. ഞാൻ പക്ഷേ അത് വിറ്റുകൂടാ, എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല സംഭവം. അത് ഡിപ്പെൻഡ്സ് അപ്പോണാണ്. എനിക്ക് ആക്ച്വലി അതിൻ്റെ നിങ്ങൾക്കായിരിക്കും ഞാൻ ഓൾറെഡി നമ്മുടെ iOS എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല പറയുമ്പോൾ. ഞാൻ സംഭവമൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഐപാഡും മാക്ബുക്കും സംഭവമൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും പക്ഷേ എനിക്ക് വിൻഡോസും ആൻഡ്രോയിഡ് തന്നെയാണ് പ്രൈമറി ഇഷ്ടമായിട്ട് വരുന്നത്. അപ്പോൾ എൻ്റെ സെക്കൻഡറി ഫോണാണ് നമ്മുടെ S23. ഞാൻ റീസെൻ്റ്ലി നമ്മൾക്കിപ്പോൾ നമ്മൾ ഓൾറെഡി വീഡിയോ എടുത്തിട്ടുണ്ട്. നമ്മളിതൊരു 30,000 രൂപ 35,000 രൂപയ്ക്ക് ആണ് നമുക്ക് സാധനം വാങ്ങിച്ചത്. ഇങ്ങനെ വാങ്ങിച്ചതിനൊക്കെ നമ്മൾ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. കാണാത്തവർ പോയി കണ്ടു കേട്ടോ. അപ്പോൾ
ഐപാഡ് 10th ജനറേഷൻ അത്യാവശ്യം നല്ല സംഭവം തന്നെയാണ്. പക്ഷേ അതിന് പെൻസിൽ സപ്പോർട്ടൊക്കെ കിട്ടണമെങ്കിൽ കുറച്ച് പാടാണ്. എന്താ വെച്ചാൽ നമുക്കതിൽ ഫസ്റ്റ് ജനറേഷൻ ആപ്പിൾ പെൻസിൽ സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഭയങ്കര മോശമാണ്. പിന്നെ നമ്മൾ എക്സ്ട്രാ 10,000 കൊടുത്ത് വാങ്ങിക്കും വേണം. അതാണ് വേറൊരു ബോറ് പരിപാടി. ഇത് OnePlus പാഡ് അതിൽ നമുക്ക് എക്സ്ട്രാ വാങ്ങിക്കണ്ട. പക്ഷേ എനിക്ക് ഓഫർ അടക്കം 4,000 രൂപയ്ക്കാണ് കിട്ടിയത് ഈ പെന്ന്. പക്ഷേ നല്ല കിടലൻ പെന്ന് തന്നെയാണ്. മറ്റേ നമുക്ക് 11 ട്രിപ്പുള്ള ഒരു 11 രൂപ വരും. അപ്പോൾ ആ പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട്. ഇത് നല്ല പെൻ തന്നെയാണ് കേട്ടോ. നല്ല സുഖമായിട്ട് തന്നെ നമുക്ക് ഡ്രോയിങ്ങും സംഭവങ്ങളൊക്കെ ചെയ്യാം. ഞാൻ ആക്ച്വലി നോട്ട് ടേക്കിംഗ് സംഭവത്തിനൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റോക്ക് സംഭവത്തിനൊക്കെയാണ് നമ്മൾ ടാബ്ലറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നോട്ട് ടേക്കിങ്ങിനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും സാംസങ് ആയിരിക്കും എനിക്ക് ഇത് ബെസ്റ്റ് എന്ന് തോന്നുന്നത്. വെച്ചാൽ എസ്പെൻ്റെ ക്വാളിറ്റി ഒന്നും നമ്മുടെ ഇതിനൊന്നും വരുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ ഷയോമി ആയാലും അവർക്ക് നമുക്ക് പെൻസിൽ അവൈലബിൾ ആണ്, സെപ്പറേറ്റ് വാങ്ങിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഐപാഡ് പിന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും, അത് പ്രൊഫഷണൽ യൂസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഐപാഡിലേക്കൊക്കെ പോകാം. അല്ലാണ്ട് ഞാൻ നോർമൽ വീട്ടിലത്തെ യൂസിനും സ്റ്റഡി യൂസിനൊന്നും ഞാൻ ഐപാഡ് റെക്കമെൻഡ് ചെയ്യുന്നില്ല. വെച്ചാൽ ചുമ്മാ വെറുതെ കാശ് പൊട്ടിച്ച് കളയേണ്ടി വരും. പിന്നെ നിങ്ങൾക്ക് ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വേണമെന്നുണ്ടെങ്കിൽ OnePlusന്റെ പാഡ് ഗോ എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്. അത് 22-24 ആ റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടും. നല്ല സംഭവം തന്നെയാണ്, കുഴപ്പമില്ലാത്ത പെർഫോമൻസും സ്നാപ്ഡ്രാഗൺ പ്രൊസസ്സർ തന്നെയാലും വരുന്നത്. സുഖമായിട്ട് തന്നെ വാങ്ങിക്കാട്ടോ. അപ്പോൾ ഈ 3-4 ബ്രാൻഡുകളാണ് നമ്മൾ എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ റേറ്റ് കുറഞ്ഞത് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ പിന്നെ ലിനോവേൻ്റെ ഒക്കെ അവൈലബിൾ ആണ്. ലിനോവേൻ്റെ വലിയ കുഴപ്പമില്ല. നമ്മൾ പണ്ട് ലിനോവേൻ്റെ ഒരു ടാബ് നമ്മൾ അൺബോക്സിങ് സംഭവം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലിനോവേൻ്റെ ടാബും വലിയ ലൈഫ് ലാസ്റ്റിംഗ് ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അപ്ഡേറ്റ്സ് ഒന്നും പ്രോപ്പറല്ല, അതാണ് കുഴപ്പം വരുന്നത്. അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ലിനോവയ്ക്ക്. അപ്പോൾ നിങ്ങളൊരു റൈറ്റിംഗ് പർപ്പസിന് സ്റ്റഡി നോട്ട് പർപ്പസിനൊക്കെ ആണെങ്കിൽ സാംസങ് എന്തായാലും ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു. OnePlus പാഡായാലും കിടിലൻ ഓഫർ കിട്ടിയ കിടിലൻ സാധനം തന്നെയാണ്. നമുക്ക് ഗെയിമിങ്ങിന് എല്ലാത്തിനും ഉപയോഗിക്കാം. നല്ല പെർഫോമൻസ് വരുന്നുണ്ട്. ഞാൻ ഗെയിമിങ് സംഭവങ്ങളൊക്കെ ട്രൈ നോക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അത് വരെ OnePlus സ്റ്റൈലോ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ട്സും സംഭവങ്ങളൊക്കെ സുഖമായിട്ട് തന്നെ വാങ്ങിക്കാം. അതുപോലെ തന്നെ ഇവർക്ക് പിന്നെ ഒരു നമുക്ക് വേണമെങ്കിൽ ടാബ്ലറ്റ് ആയിട്ട് ഉപയോഗിക്കാനുള്ള ലാപ്ടോപ്പായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു മാഗ്നറ്റിക് ആയിട്ടുള്ള കീബോർഡ് സംഭവങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നത് 8,000 രൂപ 7,000 രൂപീസാണ് വരുന്നത്. അപ്പോൾ അത് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്കത് സുഖമായിട്ട് നമ്മുടെ ഒരു മിനി ലാപ്ടോപ്പ് വേണമെങ്കിൽ ഉപയോഗിക്കാം. ബാറ്ററി ബാക്കപ്പ് കിടിലാണ്. നമുക്കിതിൽ ഇൻബിൽഡ് തന്നെ 100 വാട്ടിൻ്റെ ചാർജർ ഇൻബിൽഡ് വരുന്നുണ്ട്. സംഭവം പറയുമ്പോൾ 67 വാട്ട് സപ്പോർട്ട് ചെയ്യുമെങ്കിലും നമുക്ക് 100 വാട്ടിൻ്റെ ചാർജർ ഇൻബിൽഡ് ഉണ്ട്. അതാണ് ഹൈലൈറ്റ്. എല്ലാം നല്ല ക്വാളിറ്റി തന്നെയാണ്. അപ്പോൾ ഞാൻ OnePlusന്റെ കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടല്ലോ. ക്യാമറ ക്വാളിറ്റിയും കൊള്ളാം കേട്ടോ. എന്ന് വെച്ചാൽ ഫ്രണ്ട് ക്യാമറയും കൊള്ളാം. സെൻറ്ററിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ സുഖമായിട്ട് എന്തെങ്കിലും സൂം മീറ്റിംഗ് സംഭവത്തിനൊക്കെ ആണെങ്കിൽ നോക്കാം. അതുപോലെ തന്നെ മീറ്റിംഗ് പർപ്പസിനൊക്കെ നമുക്ക് ഈ കേസ് നല്ല ഹെൽപ്ഫുൾ ആണ്. വെച്ചാൽ നമുക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ട് സുഖമായിട്ട് ഉണ്ടോ, നമുക്ക് ഇങ്ങനെ വയ്ക്കാനുണ്ടോ, മാഗ്നറ്റിക് ആണ് ഉണ്ട്, വിട്ടു പോകുന്നില്ല. ഇവിടെ നമുക്ക് ഒരു വെക്കാനുള്ള ഒരു മാഗ്നറ്റിക് സ്റ്റാൻഡ് ഉണ്ടോ, അവിടെ ഒരു സൗണ്ട് ഒക്കെ ഉണ്ടോ ഒട്ടുമ്പോൾ. അപ്പോൾ ഇങ്ങനെ നമുക്ക് സുഖമായിട്ട് ഡിഗ്രിയിൽ സുഖമായിട്ട് ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ അതിൻ്റെ ഡിസ്പ്ലേയും കുറച്ച് വലുതാണ്. സാംസങ്ങിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വീതി കുറച്ച് കൂടുതലാണ്. അപ്പോൾ നമുക്ക് മൾട്ടിമീഡിയ കൺസെപ്ഷനൊക്കെ സൂപ്പറാണ്. പിന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും സാംസങ്ങിൻ്റെ ഇങ്ങനത്തെ പാഡിനൊക്കെ ഭയങ്കര വില അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഈ സാധനത്തിന് ആമസോണിലൊക്കെ ഒരു 1,400 രൂപ റേഞ്ച് വരുന്നത് കേട്ടോ. ഈ മാഗ്നറ്റിക് ഫോളിയോ എന്ന് വരുന്നത്, ഫോളിയോ കേസിന് വരുന്നത്. മാഗ്നറ്റിക് കീബോർഡ് കേസ് ആകുമ്പോൾ 8,000-7,000 ആ റേഞ്ച് വരും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ടോപ്പായിട്ട് നിൽക്കുന്ന ടാബ്ലറ്റുകൾ. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും നല്ല ഓഫറും സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് ഓൺലൈനിൽ. അപ്പോൾ വാങ്ങിക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പുതിയ ചാനൽ കാണുന്നത് പോയി കണ്ടു നോക്കുക. GHH വേൾഡ് എന്നാണ് ചാനലിൻ്റെ പേര്. നമ്മളതിൽ ടെക് ന്യൂസും അതുപോലെ തന്നെ മൂവി ന്യൂസും മൂവി അപ്ഡേറ്റ്സും കറണ്ട് അഫയേഴ്സും സംഭവങ്ങളൊക്കെ നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ ഇൻഫോർമേറ്റീവ് സംഭവങ്ങളായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഫ്രണ്ട്സിലേക്ക് ആകുമ്പോഴേക്കൊന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. പേജ് ഫോളോ ചെയ്തിട്ട് ഫോളോ ചെയ്യാം കേട്ടോ, മറക്കണ്ട. അടുത്ത് വേണം. ബൈ.